ഇത് സ്വർഗത്തിലെ മധുരക്കട്ടി. ഒന്ന് പരിഷ്കാരിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഹെവൻലി ഡെസേർട്ട് എന്നൊക്കെ വിളിക്കാം അല്ലേ. പഴുത്ത മാങ്ങ, പാല്, ഗ്ലൂക്കോസ്, പഞ്ചസാര, പിന്നെ പാൽപ്പൊടി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവനെ ഒന്ന് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ തയ്യാറാക്കാം അല്ലേ. ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം എടുത്തിട്ടുള്ളത് നമ്മുടെ ചൗരി ഒന്ന് കഴുകിയെടുക്കാനാണ്. ഇതാദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം മാത്രം ഇത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മെയിൻ താരമാണ് പഴുത്ത മാങ്ങ. നല്ല മധുരമുള്ള മാങ്ങയാണ്. പഴുത്ത മാങ്ങ തന്നെ എടുക്കുക. അതിനുശേഷം മാങ്ങയുടെ ഉള്ളിലുള്ള പോഷൻ മാത്രം ഇതുപോലെ മാറ്റിയെടുക്കാം. മാങ്ങയ്ക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. പക്ഷേ എന്നാലും ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് അരച്ച് ഇതുപോലെ തിക്കായിട്ട് എടുക്കുക. ഇനി നമ്മുടെ ചൗരി വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൗരി ആദ്യം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കണം. നല്ല തിക്കായിട്ടായിരിക്കും വരിക. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്ത് മാറ്റണം. അപ്പോൾ ചൗരി നന്നായി വെന്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ അരിപ്പയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. നല്ല തണുത്ത വെള്ളം ഒഴിച്ച് ഒരു 2-3 തവണ ഒന്ന് വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും. നന്നായി കഴുകിയെടുത്തില്ലെങ്കിലേ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും. അതുപോലെ അതിൽ ഭയങ്കര കട്ടിയായിട്ട് ഇങ്ങനെ ഒരു ഫോമായി കിടക്കും. അപ്പോൾ അതൊന്നും ഒരു രസമായിട്ടുണ്ടാവില്ല. അപ്പോൾ നല്ലതായിട്ട് കഴുകിയെടുക്കുക. ഇതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഇപ്പോൾ ചവരിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ഇതെല്ലാം മാറിയിട്ടുണ്ട്. നന്നായി ക്ലീൻ ചെയ്ത് 3 തവണ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വർഗത്തിലെ ആ ഒരു മധുരക്കട്ടി തയ്യാറാക്കാനുള്ള മധുരമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയും അതുപോലെ ഒഴിച്ചു കൊടുക്കുക. മാങ്ങയും പഞ്ചസാരയും ചവരിയും കൂടെ ചേരുമ്പോൾ തന്നെ നല്ല കോമ്പിനേഷനാണ്. ഇനി മാങ്ങ ഫുള്ളായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് പാൽപ്പൊടിയാണ്. 1 സ്പൂൺ, ഇത്രയും മതി. പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ് ഇത് കൂടെ ചേർത്ത് കഴിയുമ്പോൾ. അത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാരയും പാൽപ്പൊടിയും മാങ്ങയും എല്ലാം കൂടി ഇങ്ങനെ നന്നായിട്ട് യോജിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. മാങ്ങയുടെ നല്ല മണം വരുന്നു കേട്ടോ ഈ സമയത്ത്. ഇനി നമുക്ക് നല്ല തിക്കായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്, ഫാറ്റ് മിൽക്ക്. അപ്പോൾ ഫാറ്റ് മിൽക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. പാലും കൂടെ ഇതിൻ്റെ ഒപ്പം പോകുമ്പോണ്ടല്ലോ ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു ഫോം നമുക്ക് തോന്നുമെങ്കിലും പായസം പോലൊന്നും അല്ല കേട്ടോ. ഇത് ലാസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഹെവൻലി ഡെസേർട്ട് എന്ന് പറയാൻ കാരണം തന്നെ അതാണ് ഇതിലെ വ്യത്യസ്തത. അപ്പോൾ പഞ്ചസാരയൊക്കെ വീണ്ടും നന്നായി മെൽറ്റാകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര എല്ലാം ചേർത്തതിന് ശേഷം ഇനി ചേർക്കേണ്ടത് ഗ്ലൂക്കോസാണ്. അപ്പോൾ ഗ്ലൂക്കോസ് കൂടെ ചേർത്ത് വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇപ്പം നന്നായിട്ട് കുറച്ചുകൂടെ ലൂസായിട്ടുണ്ട്. അപ്പോൾ പാലും പാൽപ്പൊടിയും മാങ്ങയും ചൗരിയും ഒക്കെ കൂടെ ചേർന്നിട്ട് എന്താ രസമുള്ള കളർ കണ്ടില്ലേ. ഇതുപോലെ നന്നായിട്ട് വേവണം. വീണ്ടും ചൗരി വേകുകയാണ്. ചൗരി വെന്തിട്ടുണ്ട്. മാങ്ങയും അതിൻ്റെ ഒപ്പം ചേർന്നിട്ട് നല്ല ടേസ്റ്റിയാണ്. ഇതിനെ ഇനി ചെയ്യേണ്ടത് കുറുക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് കുറച്ചൊന്ന് കുറുകി വരണം. കുറുകി വന്നു കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ട്രേ എടുക്കുക. ട്രേയിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. സ്വർഗത്തിലെ മധുരക്കട്ടിയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇനി 2 മണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണതിന് മുമ്പ് അതിൻ്റെ മേലേക്ക് നല്ല പഴുത്ത മാങ്ങ വീണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കുക. നിറയെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചേ പറ്റുള്ളൂ. അപ്പോഴേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ഇപ്പോഴും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചൂടോടെ. പക്ഷേ ഇപ്പോൾ കഴിക്കണ്ട, നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അതിനായിട്ട് ഒരു അലുമിനിയം ഫോയിൽ ഷീറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറോ വേറെ എന്താണെന്ന് വെച്ചാൽ അത് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് വെച്ചിട്ട് കവർ ചെയ്യുക. ഇനി 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ശരിക്കും നമ്മുടെ സ്വർഗത്തിലെ മധുരക്കട്ടിന്ന് തന്നെ പറയാം. ഹെവൻലി ഡെസേർട്ട് എന്ന പേര് ഇതിന് കറക്റ്റ് പാകമാണ്. അത്രയും ടേസ്റ്റിയാണ്. ആ പഞ്ചസാരയും പാലും മാങ്ങ ഫുള്ളായിട്ട് ആ മാങ്ങയുടെ ടേസ്റ്റും ചൗരിയും ഒക്കെ കൂടെ ചേർന്നിട്ട്. മാങ്ങയുടെ സീസണാണ്. ഇനി അധികം കാത്തു നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കുക. അധികം സമയമൊന്നും എടുക്കില്ല ഇത് തയ്യാറാക്കാൻ. പിന്നെ തണുപ്പിക്കാനും ഒക്കെ ഉള്ളൊരു ടൈമാണ്. കുറച്ച് ക്ഷമിച്ചാൽ മാത്രം മതി. അപ്പോൾ വേഗം ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെവൻലി ഡെസേർട്ട്.